തീർത്ഥാടകർക്ക് താമസ സൗകര്യം നൽകാതെ വീഴ്ച വരുത്തിയ 3 ഉംറ കമ്പനികളെ ഹജ്ജ് മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു. ഉംറ തീർത്ഥാടകരുമായുള്ള കരാർ സേവന സ്ഥാപനങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അല്ലാത്തപക്ഷം കർശന നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത കരാറുകൾക്കനുസൃതമായി ഉംറ തീർത്ഥാടകർക്ക് പാർപ്പിട സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം 3 ഉംറ സേവന കമ്പനികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് ഈ കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാഹ്യ ഏജന്റുമാർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രാലയം അറിയിച്ചു. ഉംറ തീർത്ഥാടകരുമായുള്ള കരാർ പ്രകാരം അത്തരം സേവനങ്ങൾ നൽകേണ്ടതാണെങ്കിലും നിരവധി ഉംറ തീർത്ഥാടകർക്ക് താമസ സൗകര്യം ലഭിക്കാതെ രാജ്യത്തെത്തിയിട്ടുണ്ടെന്ന് മന്ത്രാലയം നിരീക്ഷിച്ചു. ഉംറ തീർത്ഥാടകർക്കും പ്രവാചക പള്ളിയിലെ സന്ദർശകർക്കും വേണ്ടിയുള്ള സേവനങ്ങളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വ്യക്തമായ ലംഘനമാണിതെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം ലംഘനം നടത്തുന്ന കമ്പനികൾ എല്ലാ തീർത്ഥാടകർക്കും താമസ സൗകര്യം ഉറപ്പാക്കാൻ ഉടനടി ബാധ്യസ്ഥരാണെന്നും മന്ത്രാലയം എടുത്തു പറഞ്ഞു. പ്രശ്നബാധിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ലംഘനങ്ങൾ ആവർത്തിക്കുന്നത് തടയുകയും വേണം. ഉംറ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള അംഗീകൃത നിയന്ത്രണ ചട്ടക്കൂടുകൾക്ക് അനുസൃതമായി മന്ത്രാലയം ഉടനടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മക്ക.